Welcome back. Programming example. First question, to print absolute value of an integer. Absolute value എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് വാല്യൂ പ്രിൻറ്റ് വരാം. സോ നമ്മ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സെയിം അബ്സല്യൂട്ട് ഇസ് ഈക്വൽ ടു നം എന്ന് കൊടുത്തു, അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് നം, അതായത് നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ പോസിറ്റീവായിട്ട് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പ്രിൻറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് നം ഈസ് അബ്സ്. ഇതിൽ ഡബിൾ കോട്ട്സിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെ വരും. മറ്റു വാല്യൂസ് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ പ്രിൻറ്റ് വരും. സെക്കൻഡ് ക്വസ്റ്റൻ ആണ്, ടു ചെക്ക് ഇഫ് ദി ഇൻപുട്ട് നമ്പർ ഈസ് ഓഡ് ഓർ ഈവൻ. ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യാം, ഇനി ആ നമ്പർ മോഡ് 2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈൻഡർ 0 ആണെങ്കിൽ അത് ഈവൻ ആയിരിക്കും. എൽസ് പ്രിൻറ്റ് നം ഈസ് ഓഡ്, അല്ലെങ്കിൽ നമ്പർ ഓഡായിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, ടു ചെക്ക് ദി ഇൻപുട്ട് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇൻപുട്ട് വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ഫസ്റ്റ് ഒരു നമ്പർ റീഡ് ചെയ്തു, നമ്പറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോസിറ്റീവ് എന്ന് പ്രിൻറ്റ് വന്നു. അല്ല നമ്പർ ലെസ് ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുവാണ് എലിഫ് യൂസ് ചെയ്തിട്ട്. അങ്ങനെയാണെങ്കിൽ പ്രിൻറ്റ് നെഗറ്റീവ് എന്ന് വന്നു. അതുമല്ലെങ്കിൽ എൽസിൽ നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ് എന്ന് കൊടുക്കാം. To determine the rate of entry ticket in a trade fair based on the age as follows. Question തന്നിട്ടുണ്ട്, ഏജ് ലെസ് ദാൻ 10 ആണെങ്കിൽ റേറ്റ് 7 ആണ്, ഇൻ ബിറ്റ്വീൻ 10 ആൻഡ് 60 ആണെങ്കിൽ റേറ്റ് 10 ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണെങ്കിൽ റേറ്റ് 5 ആണ്. നമുക്കപ്പോൾ ഇഫ് എൽസ് ഇഫ് വെച്ചിട്ട് ചെയ്യാം. ഇഫ് എൽസ് ഇഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൈത്തണിൽ ഇഫ് എലിഫ് എൽസ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏജ് റീഡ് ചെയ്തു, കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇൻ്റെ ഇൻപുട്ട് എൻ്റർ ദി ഏജ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഇഫ് ഏജ് ലെസ് ദാൻ 10 ആണെങ്കിൽ ഫെയർ ഇസ് ഈക്വൽ ടു 7. അല്ല എലിഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10ഉം ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 ആണെന്ന് വിചാരിക്കാം, ഫെയർ ഇസ് ഈക്വൽ ടു 10. അല്ലെങ്കിൽ അതായത് എൽസ് ഫെയർ ഇസ് ഈക്വൽ ടു 5. ദെൻ അത് നമ്മൾ പ്രിൻ്റ് കൊടുത്തു, പ്രിൻറ്റ് ടിക്കറ്റ് ഫെയർ ഈസ് ഫെയർ. Then moving on to next question, to determine maximum of two numbers. മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 നമ്പേഴ്സ് ഇൻപുട്ട് കൊടുക്കുക, അതിൽ ലാർജസ്റ്റ് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ എയും ബിയും റീഡ് ചെയ്തിട്ടുണ്ട്, എ കീബോർഡിൽ നിന്നാണ് രണ്ടും റീഡ് ചെയ്തിരിക്കുന്നത്, അതാണ് ഇൻ്റെ ഇൻപുട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, എ ബിനേക്കാൾ വലുതാണോ എന്ന് ചെക്ക് ചെയ്യുവാണ്. ആണെങ്കിൽ ലാർജ് ഇസ് ഈക്വൽ ടു എ, അല്ലെങ്കിൽ ലാർജ് ഇസ് ഈക്വൽ ടു ബി. ദെൻ അതിൽ രണ്ടിലും ലാർജർ ഏതാണോ അത് പ്രിൻ്റ് ചെയ്യാൻ, അതായത് ലാർജ് പ്രിൻ്റ് കൊടുക്കുക. സെയിം തന്നെ സ്മോളസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ 3 നമ്പേഴ്സിൻ്റെയാണ്. സോ നമ്മൾ 3 നമ്പേഴ്സ് റീഡ് ചെയ്യണം, എയും ബിയും സിയും. കീബോർഡിൽ നിന്നാണ് റീഡ് ചെയ്യുന്നത്. സോ ഇൻ്റെ ഇൻപുട്ട് എൻറ്റർ ദി ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ എന്ന് കൊടുത്തു. 3ഉം നമ്മളിപ്പോൾ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ആയതുകൊണ്ടാണ് ഇൻറ്റ് ഔട്ട് സൈഡ് വന്നിരിക്കുന്നത്. ഫ്ലോട്ടിങ് റീഡ് ചെയ്യണമെങ്കിൽ നമുക്കവിടെ ഫ്ലോട്ട് എന്ന് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണ്, എ ലെസ് ദാൻ ബി ആണോ. എ ലെസ് ദാൻ ബി ആണെങ്കിൽ സ്മോൾ ഈക്വൽ ടു എ എന്ന് സെറ്റ് ചെയ്തു, അല്ലെങ്കിൽ സ്മോൾ ഈക്വൽ ടു ബി എന്ന് സെറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ചെറിയ വാല്യൂ സ്മോളിലുണ്ട്, ഇനി സിയും സ്മോളും കമ്പയർ ചെയ്യുക. ഇഫ് സി ലെസ് ദാൻ സ്മോൾ ആണെങ്കിൽ സ്മോൾ ഈസ് ഈക്വൽ ടു സി. ദെൻ പ്രിൻ്റ് ആണ് നെക്സ്റ്റ് വരുന്നത്, സ്മോളസ്റ്റ് ഓഫ് എ ബി ആൻഡ് സി. ഇപ്പോൾ സ്മോളസ്റ്റ് വാല്യൂ ഇതിലുണ്ടാവും, സ്മോളിലുണ്ടാവും, അത് പ്രിൻ്റ് വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഡിറ്റർമൈൻ വെദർ എ ഇയർ ഈസ് ലീപ്പ് ഇയർ ഓർ നോട്ട്. ലീപ്പ് ഇയർ ആണെങ്കിൽ നമുക്കറിയാം ഇയർ 4 വച്ചിട്ട് ഡിവിസിബിൾ ആയിരിക്കണം, അതേപോലെ 100 വച്ച് ഡിവിസിബിൾ ആവാൻ പാടില്ല. പിന്നെ ഇയർ 100 വച്ച് ഡിവിസിബിൾ ആണെങ്കിലോ അത് 400 വച്ചിട്ടും ഡിവിസിബിൾ ആവണം. അപ്പോൾ ഞാനീ പറഞ്ഞ സെക്കൻഡ് കോൺസെപ്റ്റ് നമുക്ക് ടോട്ടലി പറയുകയാണെങ്കിൽ ഇയർ 400 വച്ചിട്ട് ഡിവിസിബിൾ ആണെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. പ്രോഗ്രാമിലേക്ക് പോകാം. നമ്മൾ ഇയറിനെ റീഡ് ചെയ്തു, ഇഫ് ഇയർ മോഡ് 4 ഈക്വൽ ടു 0 ആൻഡ് ഇയർ മോഡ് 100 നോട്ട് ഈക്വൽ ടു 0 ഫസ്റ്റ് കണ്ടീഷൻ, ഓർ ഇയർ മോഡ് 400 ഈക്വൽ ടു 0 ആണെങ്കിൽ ഇയർ ലീപ്പ് ഇയർ ആയിരിക്കും, അല്ലെങ്കിൽ ഇയർ ലീപ്പ് ഇയർ ആയിരിക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ടു സോൾവ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇക്വേഷൻസ് ഓഫ് ദി ഫോം ax² + bx+c. അതിൽ നമുക്ക് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ -b ± √(b² - 4ac/2a).
അപ്പോൾ ബി സ്ക്വയർ വരുന്നുണ്ട്, റൂട്ടിൻ്റെ വാല്യൂസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യണം. നമ്മൾ മെയിനായിട്ട് 2 ലൈബ്രറീസാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്, മാത്തും സി മാത്തും. അതിൽ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് ഏതാണെന്ന് ഞാൻ പ്രോഗ്രാമിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. ദെൻ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ 3 കോഎഫിഷ്യൻസാണ് വരുന്നത്, എയും ബിയും സിയും. സോ എയും ബിയും സിയും റീഡ് ചെയ്തെടുക്കുക. ദെൻ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ആണ്. ആ റൂട്ടിൻ്റെ അകത്ത് വരുന്ന ബി സ്ക്വയർ മൈനസ് 4ac നമ്മൾ ഡിസ്ക്രിമിനൻ്റ് എന്നാണ് പറയുക. സോ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡി എന്ന് പറയുന്ന വേരിയബിൾ എടുത്തു. അതിൽ ബി സ്ക്വയർ മൈനസ് 4ac ഫൈൻഡ് ഔട്ട് ചെയ്തു. സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡബിൾ സ്റ്റാർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഡി ഗ്രേറ്റർ ദാൻ 0, ഡി ഈക്വൽ ടു 0, ലെസ് ദാൻ 0, അങ്ങനെ 3 കണ്ടീഷൻസാണ് വരാം. അപ്പോൾ ഡി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് 2 റൂട്ട്സ് വരും. അതായത് മൈനസ് ബി പ്ലസ് റൂട്ട് ഡി ബൈ 2aയും മൈനസ് ബി മൈനസ് റൂട്ട് ഡി ബൈ 2aയും. അപ്പോൾ റൂട്ട് വാല്യൂ നമുക്കറിയാം മാത്ത് ഫംഗ്ഷൻ്റെ മാത്ത് ലൈബ്രറിയിൽ math.sqrt എന്ന് പറയുന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അത് വച്ചിട്ട് നമ്മൾ ആ 2 സൊല്യൂഷൻസും ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ ആ റൂട്ട്സിനെ പ്രിൻറ്റ് ചെയ്തു. ഇനി ഡിയുടെ വാല്യൂ ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കുക. സോ ഡിസ്ക്രിമിനൻ്റ് 0 ആയി പോയി കഴിഞ്ഞാൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് മൈനസ് ബി ബൈ 2a ഉള്ളൂ. സോ അതിനെ ഡയറക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിനെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ ബ്രാക്കറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ നെഗറ്റീവ് ബീനെ നമ്മൾ ബ്രാക്കറ്റ് ചെയ്തിട്ടുണ്ട് ബൈ 2 സ്റ്റാർ കൊടുത്തിട്ടുണ്ട് 2 × aക്ക്. ഇനി നെക്സ്റ്റ് കണ്ടീഷനാണ് ഡി ലെസ് ദാൻ 0. ഡി ലെസ് ദാൻ 0 വരുമ്പോൾ നമുക്ക് കോംപ്ലെക്സ് റൂട്ട്സ് വരും. ഇവിടെയാണ് നമുക്ക് സി മാത്തിൻ്റെ ലൈബ്രറിയുടെ യൂസേജ് വരുന്നത്. കോംപ്ലെക്സ് ആകുമ്പോൾ നമുക്കറിയാം a+ib ഫോമിലേക്കാണ് നമ്മുടെ റിസൾട്ട് വരാം. അപ്പോൾ ഇതിൽ ഡിയുടെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് 2 സൊല്യൂഷൻസ് തന്നെ വരും. മൈനസ് ബി മൈനസ് റൂട്ട്. അതിൽ ഈ റൂട്ടിൻ്റെ അകത്ത് നെഗറ്റീവ് വരുന്നതുകൊണ്ട് നമ്മൾ സി മാത്തിൻ്റെ ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണ്. സി മാത്ത് ഡോട്ട് SQRT ഓഫ് ഡിയും സെയിം തന്നെ നെഗറ്റീവിൻ്റെയും പോസിറ്റീവിൻ്റെയും സൊല്യൂഷൻ്റെ കേസിൽ യൂസ് ചെയ്തു. ദെൻ അതിന് ശേഷം 2 വാല്യൂസും റൂട്ട് വാല്യൂസും പ്രിൻറ്റ് ചെയ്തിട്ടുമുണ്ട്. സി മാത്ത് എന്ന് പറയുന്നത് കോംപ്ലെക്സ് മാത്താണ് കേട്ടോ. നെക്സ്റ്റ് പ്രോഗ്രാം ടു ഡിറ്റർമൈൻ ദി സം ഓഫ് n ഈവൻ നമ്പേഴ്സ്. നമ്മൾ ഫസ്റ്റ് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തു, സമ്മിൻ്റെ വാല്യൂ 0 കൊടുത്തു. സോ ഈവൻ നമ്പർ ആയിട്ട് നമുക്കറിയാം 2ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ 2 വീതം സ്കിപ്പ് ചെയ്ത് പോകണം. നമ്മൾക്ക് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ്. സോ ഈവൻ നമ്പേഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം 2n ആണ് ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. സോ അതിന് തൊട്ട് മുന്നേ വരെയുള്ള നമ്പർ വരെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. മീൻസ് നമ്മുടെ റേഞ്ച് 1 to 10 ആണെങ്കിൽ 1 തൊട്ട് 9 വരെ പ്രിൻറ്റ് വരാം. അപ്പോൾ ലാസ്റ്റ് നമ്പർ 10 ഉള്ളത് റീഡ് വരണമെങ്കിൽ 11 ആണ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഫോർ ഐ ഇൻ റേഞ്ച് 2 to 2n+1 കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് തേർഡ് 2 എന്ന് പറഞ്ഞാൽ 2 വീതം സ്കിപ്പ് ചെയ്ത് പോകാനായിട്ടാണ്. ദെൻ സം പ്ലസ് ഓർ ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ സം ഈക്വൽ ടു സം പ്ലസ് ഐ. ദെൻ നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ സമ്മ് പ്രിൻറ്റ് ചെയ്തു. പ്രിൻറ്റ് ദി സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ് ഈസ് സം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു ഡിറ്റർമൈൻ ദി ആവറേജ് ഓഫ് n നമ്പേഴ്സ് എൻറ്റേർഡ് ബൈ ദി യൂസർ. ഇത് നമുക്ക് ഐ ഇൻ റേഞ്ച് n കൊടുത്താൽ മതി ഇതിൽ. കാരണം 1 തൊട്ട് നമ്മുടെ n മുന്നേ വരെ n-1 വരെ എക്സിക്യൂട്ട് ചെയ്യും. സമ്മ് ഫൈൻഡ് ഔട്ട് ചെയ്തു മുന്നേ ചെയ്ത പോലെ തന്നെ സം പ്ലസ് ഓർ ഈക്വൽ ടു നം. അതിനുശേഷം ആവറേജ് എന്ന് പറയുമ്പോൾ AVG ഈസ് ഈക്വൽ ടു സം ബൈ n. പ്രിൻറ്റ് ആവറേജ് ഓഫ് എൻറ്റേർഡ് നമ്പേഴ്സ് ഈസ് AVG. The next question, to find the sum of all odd numbers in a list of n numbers entered by the user. സെയിം തന്നെയാണ്. ഇതിൽ ആവറേജ് ഓഫ് സം ഓഫ് ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ആകുമ്പോൾ നമുക്കറിയാം നം മോഡ് 2 നോട്ട് ഈക്വൽ ടു 0. കാരണം ഈക്വൽ ടു 0 വന്ന ഈവൻ നമ്പറാണ്. മോഡ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഓഡ് നമ്പർ ആയിരിക്കും. റിമൈനിങ് പ്രൊസീജിയേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. സമ്മിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുക, അതിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുക. Then next question, to find sum of all multiples of 3 in a list of n numbers entered by the user. ഇതും സെയിം തന്നെയാണ്. മൾട്ടിപ്പിൾസ് ഓഫ് 3 ആയതുകൊണ്ട് നം മോഡ് 3 എത്രയായിരിക്കും? ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് ആ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള വാല്യൂസിന് 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 0 ആയാലോ വരാം. ആ ഒരു കോൺസെപ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുന്നേ ചെയ്ത പോലെ തന്നെ സമ്മിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക? സം പ്ലസ് ഓർ ഈക്വൽ ടു നം കൊടുക്കുക, അതിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാം. Then next question, to find sum of list of numbers entered by the user.
ദി യൂസർ വിൽ സ്റ്റോപ്പ് ദി ഇൻപുട്ട് ഓട്ടോമാറ്റിക്കലി ബൈ ഗിവിങ് ദി വാല്യൂ 999. നമുക്ക് കുറേ നമ്പേഴ്സ് റീഡ് ചെയ്യണം, അതിൻ്റെ സം ചെയ്യണം, അത് 999 ആയിക്കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ വൈൽ നം നോട്ട് ഈക്വൽ ടു 999 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സം ഈക്വൽ ടു സം പ്ലസ് നം, അതാണ് സം പ്ലസ് ഓർ ഈക്വൽ ടു നം കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്പർ റീഡ് ചെയ്യണം, അതാണ് നമ്മൾ നമ്മ ഇൻറ്റ് ഇൻപുട്ട് എൻ്റർ ദി നമ്പർ. വീണ്ടും തിരിച്ചത് വൈലിലേക്ക് എക്സിക്യൂട്ട് ചെയ്യും അൺടിൽ നം വാല്യൂ നോട്ട് ഈക്വൽ ടു 999 ആവുന്ന വരെ. അങ്ങനെ 999 ആയിക്കഴിഞ്ഞാൽ സം എൻ്റേർഡ് ബൈ ദി നമ്പർ ഈസ് സമ്മിൻ്റെ വാല്യൂ പ്രിൻറ്റ് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഡിറ്റർമൈൻ ദി ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ഇൻ എ ലിസ്റ്റ് ഓഫ് n നമ്പേഴ്സ് എൻ്റേർഡ് ബൈ ദി യൂസർ. നമ്മളൊരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് കൊടുക്കുവാണ്, അതിൽ ലാർജസ്റ്റും സ്മോളസ്റ്റും പ്രിൻ്റ് വരണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ന് പറയുന്നതിലേക്ക് എത്ര നമ്പേഴ്സാണ് എൻ്റർ ചെയ്യുന്നത് അതിൻ്റെ കൗണ്ട് സെറ്റ് ചെയ്തു. ഇനി അത് ഫോർ കൗണ്ട് ഇൻ റേഞ്ച് n, ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്യുവാണ്, അതാണ് നം ഇസ് ഈക്വൽ ടു ഇൻറ്റ് ഇൻപുട്ട് എൻ്റർ ദി നമ്പർ. കൗണ്ട് ഈക്വൽ ടു 0 ആണ്, അതായത് നമ്മൾ കൗണ്ടിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ലാർജും സ്മോളും എന്ത് തന്നെയായിരിക്കും? ഇപ്പോൾ എൻ്റർ ചെയ്തിരിക്കുന്ന നമ്പർ തന്നെയായിരിക്കും. ഇനി നം ഗ്രേറ്റർ ദാൻ ലാർജ് ആണെങ്കിൽ ലാർജ് ഈക്വൽ ടു നം ആയിട്ട് സെറ്റ് ചെയ്യും. നം ലെസ് ദാൻ സ്മോൾ ആണെങ്കിലോ സ്മോൾ ഈക്വൽ ടു നം എന്ന് സെറ്റ് ചെയ്യും. അത് രണ്ടും കൂടെ നമ്മൾ പ്രിൻറ്റ് ചെയ്യും. ദെൻ ടു പ്രിൻറ്റ് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ, ഇൻപുട്ട് കൊടുത്തു, ഫാക്ടിൻ്റെ വാല്യൂ 1 സെറ്റ് ചെയ്തു, ഫാക്ടോറിയൽ 1 തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്കറിയാം ഐട്രേഷൻ n വരെ വരണമെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ലിമിറ്റ് n+1 കൊടുക്കണം. അതാണ് ഫോർ ഐ ഇൻ റേഞ്ച് 1,n+1 കൊടുത്തിരിക്കുന്നത്. ഫാക്ട് ഈസ് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു i. നെക്സ്റ്റ് പ്രോഗ്രാം, ടു ചെക്ക് ഇഫ് ദി ഇൻപുട്ട് നമ്പർ ഈസ് പ്രൈം. പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു നമ്പറിൻ്റെയും ടേബിളിൽ വരാത്ത നമ്പേഴ്സ് അല്ലെങ്കിൽ ആ ഒരു നമ്പറും 1 മാത്രമാണ് അതിൻ്റെ ഫാക്ടേഴ്സായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്തു, നം ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്കറിയാം 1 ഈസ് നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ് ആണ്. അല്ലെങ്കിൽ ഫ്ലാഗിൻ്റെ വാല്യൂ 0 സെറ്റ് ചെയ്തു, 2 തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. നം ഡബിൾ ബാർ 2, അതായത് ഫ്ലോർ ഡിവിഷൻ ആണ്. നം ഡിവിഷൻ ചെയ്യുമ്പോൾ കോഷ്യൻ്റ് മാത്രം നമുക്ക് വരും. എന്നിട്ട് നമ്മോട് i ഈക്വൽ ടു 0 ആണെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് വേറെ ടേബിളിൽ വന്നു എന്നാണ് മീനിങ്. അങ്ങനെയാണെങ്കിൽ ഫ്ലാഗ് വാല്യൂ 1 ആക്കും, ബ്രേക്ക് ചെയ്യും. ഈ ലൂപ്പ് എക്സിക്യൂഷന് ശേഷം ഫ്ലാഗ് 0 ആണെങ്കിൽ അത് പ്രൈം നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ പ്രൈം നമ്പർ ആയിരിക്കില്ല. നെക്സ്റ്റ് പെർഫെക്റ്റ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ അതിൻ്റെ ഫാക്ടേഴ്സിൻ്റെ സം എടുത്തിട്ട് ആഡ് ചെയ്യുമ്പോൾ സെയിം നമ്പർ തന്നെ വന്നാൽ അത് പെർഫെക്റ്റ് നമ്പർ ആയിരിക്കും. മുന്നത്തെ ലൂപ്പ് സെയിം തന്നെയാണ്. ഇതിൽ നമ്മൾ സം കാണാൻ വേണ്ടി സം പ്ലസ് ഓർ ഈക്വൽ ടു i എന്നൊരു കണ്ടീഷൻ വെച്ചു. ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന നമ്പർ ഈക്വൽ ടു സം ആണെങ്കിൽ പെർഫെക്റ്റ് നമ്പർ എന്ന് പ്രിൻറ്റ് വന്നു, അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പർ ആയിരിക്കില്ല. റിവേഴ്സ് ഓഫ് എ നമ്പർ പ്രിൻറ്റ് ചെയ്യാനാണ്. നമ്മൾ റിവേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി REV എന്ന് പറയുന്ന ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. നം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ d ഈസ് ഈക്വൽ ടു നം മോഡ് 10, അതായത് നമുക്കതിൻ്റെ റിമൈൻഡർ കിട്ടി ഡിയിൽ. ദെൻ REV ഇൻറ്റു 10 പ്ലസ് d എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്പർ REVയിലേക്ക് എത്തി. ദെൻ നം ഡബിൾ ബാർ 10 വരുമ്പോൾ കോഷ്യൻ്റ് വന്നു. ഈ ലൂപ്പ് ഐട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ കറക്റ്റ് റിവേഴ്സ് ഓർഡറിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആംസ്ട്രോങ് നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ. ആംസ്ട്രോങ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡിജിറ്റ്സിൻ്റെ ക്യൂബിൻ്റെ സം എന്ന് പറയുന്നത് സെയിം നമ്പർ തന്നെ വന്നു കഴിഞ്ഞാൽ അത് ആംസ്ട്രോങ് നമ്പർ ആയിരിക്കും. സോ നമ്മൾ ഫസ്റ്റ് റീഡ് ചെയ്ത നമ്പർ സമ്മും ഡിയും 0 ആക്കി സെറ്റ് ചെയ്തു. ദെൻ എന്നിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ n ഈസ് ഈക്വൽ ടു n ഡബിൾ ബാർ 10, d ഈക്വൽ ടു d+1. ദെൻ വൈൽ n ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ ക്യൂബ് കാണാൻ വേണ്ടിയിട്ടാണ് മാർക്ക് ഡോട്ട് പവർ r, d n ഡബിൾ ബാർ 10 ലൂപ്പ് അട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് ആംസ്ട്രോങ് നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ആംസ്ട്രോങ് നമ്പർ ആയിരിക്കില്ല. ദെൻ നെക്സ്റ്റ് ആണ് ഫിബൊനാച്ചി സീരീസ്. ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 0യിൽ സ്റ്റാർട്ട് ചെയ്യും, സെക്കൻഡ് 1 ആണ്, പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡിജിറ്റ്സ് ആഡ് ചെയ്ത് പോകണം. അപ്പോൾ ഫസ്റ്റ് പ്രിവ് 1ഉം പ്രിവ് 2ഉം പ്രിൻറ്റ് ചെയ്തു. നെക്സ്റ്റ് അത് രണ്ടും ആഡ് ചെയ്തു. ലിമിറ്റ് വരെ ലൂപ്പ് ഇറ്ററേറ്റ് ചെയ്യണം. ദെൻ പ്രിവ് 2നെ പ്രിവ് 1ലേക്ക് വെച്ചു. നെക്സ്റ്റ് വാല്യൂ പ്രിവ് 2ലേക്ക് കൊടുത്തു. ദെൻ അത് ആഡ് ചെയ്തു. അതായത് 0, 1, 1, 2, 2 + 1 3, 3 + 2 5, അങ്ങനെയാണത് പ്രൊസീഡ് ചെയ്യുന്നത്. ദെൻ n ടേംസ് ഓഫ് എ ഫിബൊനാച്ചി സീരീസ് ആണെങ്കിൽ ഒരു ഡിജിറ്റ് മാത്രം ഉള്ളെങ്കിൽ 0 മാത്രം വരും. 2 ഡിജിറ്റ് ആണെങ്കിൽ 0ഉം 1ഉം വരും.
അല്ലെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞ ഈ കോഡ് അങ്ങനെ തന്നെ ഫുൾ എഴുതുക. പ്രീവിയസ് ഈക്വൽ ടു 0, പ്രീവ് ടു ഈക്വൽ ടു 1 രണ്ടും പ്രിൻ്റ് ചെയ്തു. ഐ ഇൻ റേഞ്ച് കൗണ്ട് -2, അതായത് രണ്ടെണ്ണം ഓൾറെഡി നമ്മൾ പ്രിൻ്റ് വന്നിട്ടുണ്ട്. ബാക്കി കോഡ് സെയിം തന്നെ കൊടുക്കുക. ടു പ്രിൻറ്റ് പ്രൈം നമ്പേഴ്സ് ഇൻ എ ഗിവൺ റേഞ്ച്, മുന്നേ ചെയ്ത സെയിം തന്നെയാണ്. ഇതിൽ പർട്ടിക്കുലർ റേഞ്ച് ഉള്ളതുകൊണ്ട് അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ലോയിലേക്കും ഹൈയിലേക്കും കൊടുത്തു. ഫോർ ലൂപ്പിൽ നമ്മൾ ആ ഒരു ക്രൈറ്റീരിയ പറഞ്ഞു കൊടുത്തു. ലോ ടു ഹൈ +1 ഫ്ലാഗിൻ്റെ വാല്യൂ ട്രൂ സെറ്റ് ചെയ്തു. ദെൻ ഐ ലൂപ്പിൽ റേഞ്ച് 2ൽ സ്റ്റാർട്ട് ചെയ്യണം. നം ഡബിൾ ബാർ 2 + 1 കൊടുത്തു. നം മോഡായി 0 ആണെങ്കിൽ ഫ്ലാഗ് ഈക്വൽ ടു ഫോൾസ് എന്ന് കൊടുത്തു. ഫ്ലാഗ് ട്രൂ ആണെങ്കിൽ നമ്പർ പ്രിൻ്റ് ചെയ്യാനും പറഞ്ഞു. ദെൻ ആംസ്ട്രോങ് നമ്പറിൻ്റെ ഗിവൺ റേഞ്ച് വരുമ്പോൾ നമ്മൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുക്കണം. ദെൻ ഫോർ ലൂപ്പ് രണ്ടും സെയിം തന്നെയാണ്. ലോവും അപ്പും ആയതുകൊണ്ട് ലോ കോമ അപ്പ് +1. ദെൻ നമ്മൾ ആംസ്ട്രോങ്ങിൻ്റെ കോഡ് എഴുതി കൊടുത്ത് സെയിം കോഡ് തന്നെ ഇവിടെയും കൊടുക്കുക. ദെൻ ടു കമ്പ്യൂട്ട് സം ഓഫ് ഫോളോയിങ് സീരീസ് അപ് ടു n ടേംസ്, ഇതിൽ നമുക്ക് പവർ വേണം, ദെൻ എക്സ് വാല്യൂ വേണം. നമ്മളപ്പോൾ അത് കറസ്പോണ്ടിങ് ആയിട്ട് വരുമ്പോൾ മാർക്ക് ഡോട്ട് പവർ എക്സ് കോമ 2*1/2*1 അതിൻ്റെ സീരീസിൻ്റെ സം സെയിം തന്നെയാണ്. ഓൾട്ടർനേറ്റീവ് ടേംസിൽ പ്ലസ്സും മൈനസോ, സോ സം പ്ലസ് -1 *i എന്ന് വന്നു. ബാക്കി സെയിം തന്നെയാണ്. ദെൻ സം ഓഫ് ദി ഫോളോയിങ് സീരീസ് അപ് ടു n ടേംസിൽ ഇത് ജസ്റ്റ് ഫോർ ലൂപ്പും ഐ ലൂപ്പ് രണ്ട് നെസ്റ്റഡ് ഐ ലൂപ്പും വെച്ചിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സം ഈക്വൽ ടു +or =j കൊടുത്തു.